നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് എക്സാമിന്റെ പേപ്പർ 2-ലെ ലൈബ്രറി സയൻസിന്റെ യൂണിറ്റ് 1 കുറച്ച് പാർട്സ് ഉണ്ട്. ആ പാർട്ടിനകത്ത് ഏഴാമത്തെ പാർട്ടിലെ ഒരു ടോപ്പിക്കാണ് IPR ആൻഡ് ലീഗൽ ഇഷ്യൂസ്, കാറ്റഗറീസ്, കൺവെൻഷൻ, ട്രീറ്റീസ് ആൻഡ് ലോസ്. അതാണ് നമ്മൾ അതിന്റെ ചെറുതായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ടോപ്പിക്ക്. ഓക്കെ, അപ്പം എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്? അതിനകത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. എന്താണ്? അതായത് ക്രിയേഷൻസ് ഓഫ് മൈൻഡ് ആയിരിക്കും അതിനകത്ത്. അത് ഒറിജിനൽ വർക്ക്സും ആയിരിക്കും. അതുപോലെ തന്നെ അതൊരു ആ, എന്താണ്, മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റഡ് ഫോമിലേക്ക് അതൊരിക്കലും മാറ്റപ്പെടുകയും ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം അത് ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്? ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ലിറ്റററി വർക്ക്, എഴുതിയിരിക്കുന്ന വർക്ക്സ്, അതുപോലെ തന്നെ ആർട്ട് വർക്കുകൾ, അതുപോലെ സിമ്പിൾസ്, നെയിമുകൾ, ഇമേജസ്, ഡിസൈൻസ്, അതെല്ലാം കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയായിട്ട് വരുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ആ ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. അവരുടെ ആ എന്താണ്, അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാര്യം എത്രത്തോളം മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ ആ ക്രിയേറ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ കിട്ടുന്ന ആ ഒരു അവകാശത്തിനാണ്, ആ ഒരു റൈറ്റിനാണ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ നോക്കാം? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തെ പേറ്റന്റ് ആണ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടുപിടുത്തത്തിന് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് എന്താ പറഞ്ഞാൽ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ. എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡഡ് ഫോർ ആൻ ഇൻവെൻഷൻ. ഓക്കെ, അപ്പം അതായത് ആ കണ്ടുപിടുത്തം എത്രത്തോളം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? കണ്ടുപിടിച്ച ആള് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഇനിയും പേറ്റന്റിന് വേണ്ടിയിട്ട് എന്താണ്? പേറ്റന്റിന് വേണ്ടി ഒരാൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് കണ്ടുപിടിച്ച ആൾ അത് ഓൾറെഡി പേറ്റന്റ് കിട്ടാനായിട്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആം, അതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. അതായത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തതിന് ശേഷം 20 വർഷത്തോളം അവർക്ക് ആ പേറ്റന്റ് ലഭ്യമായിരിക്കും. ഓക്കെ, ഇതിപ്പം ഇതൊരു കണ്ടുപിടുത്തമാണെങ്കിൽ ആ കണ്ടുപിടുത്തത്തിന് കിട്ടുന്ന ഒരു പേറ്റന്റ്, അതിന് കിട്ടുന്നതാണ് പേറ്റന്റ് എന്ന് പറയുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അടുത്തത് ഇനി കോപ്പി റൈറ്റ് ആണ്. കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ലിറ്റററി, അതുപോലെ തന്നെ ലിറ്ററേച്ചർ വർക്ക്, ലിറ്റററി വർക്ക്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് വർക്ക്, അങ്ങനെയുള്ള വർക്കുകളെയൊക്കെ അങ്ങനെയുള്ള വർക്കൊക്കെ കിട്ടുന്ന ഒരു സ്പെസിഫൈഡ് റൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കോപ്പിറൈറ്റിനകത്ത് ഏതൊക്കെ കവർ ചെയ്യപ്പെടുന്നുണ്ട്? ബുക്ക്, അതുപോലെ തന്നെ മ്യൂസിക്, പെയിന്റിങ്, സ്കൾപ്ചർ, ഫിലിം, അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഡേറ്റാബേസ്, അഡ്വർടൈസ്മെന്റ്, മാപ്സ്, അതുപോലെ ടെക്നിക്കൽ ഡ്രോയിങ്. ഇതിന്റെ എല്ലാം ക്രിയേറ്റേഴ്സിന് എന്താണ്? അവർക്ക് ഒരു കോപ്പി റൈറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അത് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാണ്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം കോപ്പിറൈറ്റ് ഓണറിന്റെ അവർക്ക് ഒരു സേർട്ടൺ ടൈമിലേക്ക് അവർക്ക് ആ റൈറ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ടൈം കഴിഞ്ഞതിന് ശേഷം എന്താണ്? അത് റീപബ്ലിഷ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതിന്റെ ടൈം സ്പാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഓണറിന്റെ എൻറ്റയർ ലൈഫും അതിനുശേഷം അവരുടെ മരണശേഷം ഒരു 50 അല്ലെങ്കിൽ 100 വർഷം കൂടെ പിന്നീട് എന്താണ് ഈ കോപ്പി റൈറ്റ് അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെ അനോണിമസ് വർക്ക് ആണെങ്കിൽ, അതായത് എഴുതുന്ന ആരാന്ന് നമുക്ക് അറിയത്തില്ല, അങ്ങനെയുള്ള വർക്കാണെങ്കിൽ അതിന്റെ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് എത്രത്തോളമാണ്? ഒരു 95 വർഷത്തോളം. പബ്ലിക്കേഷന് ശേഷം ഒരു 95 വർഷത്തോളം അതിന് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്രിയേഷന് ശേഷം 120 വർഷം. പബ്ലിക്കേഷന് ശേഷം 95 വർഷം, അല്ലെങ്കിൽ ക്രിയേഷന് ശേഷം 120 വർഷം, അത്രത്തോളം ഉണ്ടായിരിക്കും. കോപ്പിറൈറ്റ് സാധാരണയായിട്ട് സി എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട്, അതാണ് കോപ്പിറൈറ്റിനെ സൂചിപ്പിക്കുന്നത്. അടുത്ത ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് മാർക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ ഇത് കണ്ടോ. ഇപ്പം ഫേസ്ബുക്കിന് ഒരു ലോഗോ ഉണ്ട്, അവന് വാട്സാപ്പിന് ഒരു ലോഗോ ഉണ്ട്. ഓക്കെ, HP-ക്ക് ഒരു ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ വോഡാഫോണിന് ഒരു ലോഗോ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലോഗോസ്, അപ്പം ഈ ലോഗോസ് വെച്ചിട്ട് എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെ? അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിങ്വിഷിംഗ് ദ ഗുഡ്സ് ഓർ സർവീസസ് ഓർ വൺ എന്റർപ്രൈസ് ഫ്രം ദോസ് ഓഫ് അതർ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസിനെ മറ്റൊന്നിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രേഡ് മാർക്ക്. ഓക്കെ,
ബട്ട് ട്രേഡ് മാർക്ക് സാധാരണയായിട്ട് എങ്ങനെയാണ് നാഷണലായിട്ടും ഇന്റർനാഷണൽ ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. സാധാരണ ട്രേഡ് മാർക്കിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട്, അതാണ് എന്തെന്ന് പറഞ്ഞ ട്രേഡ് മാർക്കിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഇനി രജിസ്ട്രേഡ് ട്രേഡ് മാർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ എന്താണ് TM എന്നായിരിക്കും അതിന് യൂസ് ചെയ്യുന്നത്. രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് എഴുതിയിട്ട് ഒരു റൗണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ എങ്ങനെയാണ്, ഇപ്പം R എഴുതിയിട്ട് റൗണ്ട്, അതാണ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിന് വരുന്നത്. അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, TM എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, അടുത്ത ഇനിയും അടുത്ത ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഓർണമെന്റൽ ഓർ എസ്തെറ്റിക് ആസ്പെക്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ, അതാണ് അതിനകത്ത് കാണപ്പെടുന്നത്. അതായത് ഇപ്പം ഇപ്പം ഇത് നോക്കി, ഇതിപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെന്തായിരിക്കും, ഇതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ എന്താണ് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അത് ആർക്കാണോ അതിന്റെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്ന കിട്ടിയിരിക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കിട്ടിയിരിക്കുന്നത്, അപ്പൊ അവർക്ക് അതേ രീതിയിലുള്ള ഡിസൈൻ അവർക്ക് മാത്രമേ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പൊ ഒന്നുകിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണും. ഇത് 3 ഡയമെൻഷണൽ ആണ് അല്ലെ, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ആ ടോട്ടൽ ഷേപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു എന്താണ് ഇപ്പൊ പെയിന്റിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ എന്താണ്, അതിനകത്ത് ലെങ്തും ഹൈറ്റും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 2 ഡയമെൻഷണൽ ഫീച്ചേഴ്സ്, അതായത് ഇപ്പം കളർ കൊടുക്കുന്നു, അതുപോലെ തന്നെ പാറ്റേൺ കൊടുക്കുന്നത്. കളർ ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ആയിരിക്കും 2 ഡയമെൻഷണൽ ആയിരിക്കും, ലെങ്ത് ഹൈറ്റ് മാത്രമേ ഉള്ളായിരിക്കും. അതുപോലെ 3 ഡയമെൻഷണൽ ഫീച്ചേഴ്സ്, അതിന്റെ ഷേപ്പ്, അതിന്റെ ഒരു ആർട്ടിക്കിളിന്റെ സർഫസ്, അതിനെ കുറിച്ച് അതിന്റെയൊക്കെ ഷേപ്പ് ഒക്കെ വരുമ്പം എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസൈനിനകത്താണ് ഉൾപ്പെടുന്നത്. അപ്പം അതിനകത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 25 വർഷം വരെയാണ് ഇതിന്റെ റൈറ്റിന്റെ സമയം. അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ജോഗ്രഫിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ IPR റൈറ്റ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ആറന്മുള കണ്ണാടി ആറന്മുള എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫൈഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമേ ഉള്ളൂ അവര് എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന മറയൂർ ശർക്കര മറയൂരിൽ മാത്രമാണ് അവിടെ നിർമ്മിക്കുന്നത്. അപ്പം ഈ പറയുന്ന ആറന്മുള കണ്ണാടി ആറന്മുളയിൽ മാത്രമാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ആ സ്പെസിഫൈഡ് ജോഗ്രഫിയിൽ മാത്രം നിർമ്മിക്കപ്പെടുന്നു. അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത്, GI ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡ് സീക്രട്ട് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന, അതിൽ സോൾഡ് ചെയ്യണോ സെല്ല് ചെയ്യണോ അത് ലൈസൻസ് ചെയ്യപ്പെടണോ എന്നുള്ളത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് ഇത് ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ. അത് ക്രിയേറ്റീവ് കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ലാർജ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയുള്ള ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സ്, അപ്പൊ അവർക്ക് എന്താണ് കോപ്പിറൈറ്റ് പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവര് അവർക്ക് കിട്ടുന്ന ഒരു ലൈസൻസ് ആണ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞത്. അതായത് സെറ്റ് ഓഫ് ടൂൾസ് എനേബിൾ ദ ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സ് ടു ലാർജ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമ്പനി സിമ്പിൾ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ടു എനേബിൾ കോപ്പിറൈറ്റ് പെർമിഷൻ ടു ദെയർ ക്രിയേറ്റീവ് വർക്ക്. ഓക്കെ, അവരുടെ ഇൻഡിവിജ്വൽ ക്രിയേറ്റേഴ്സിന് കിട്ടുന്ന ഒരു കോപ്പിറൈറ്റ് പെർമിഷൻ ആണ് അവരുടെ ക്രിയേറ്റീവ് വർക്കിന് എങ്ങോട്ടുള്ളതാണ്, ഒരു ലാർജ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് കമ്പനിയിലേക്കുള്ളതിന് കിട്ടുന്ന ഒരു കോമൺ ലൈസൻസ് ആണ് ക്രിയേറ്റീവ് കോമൺ എന്ന് പറയുന്നത്. അടുത്ത കൺവെൻഷൻ, ട്രീറ്റീസ് ആൻഡ് ലോസ്, അത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നതാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. എന്താണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ? അതൊരു UN-ന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷൻ വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ പ്രത്യേകത. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷൻ വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഒരു ബാലൻസ്ഡും ഒരു അക്സസിബിളും ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? ക്രിയേറ്റിവിറ്റി, അതുപോലെ എൻകറേജിങ് ഇന്നോവേഷൻ, സപ്പോർട്ടിങ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ,
അടുത്ത ഇനിയും നമുക്ക് നോക്കാം ബോൺ കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്. ബോൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കോപ്പി റൈറ്റുമായി റിലേറ്റ് ചെയ്ത് വന്ന ഒരു ആക്ട് ആണ്. 1886 വന്നതാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് വർക്ക്സ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദെയർ ഓതേഴ്സ്. അപ്പം വർക്കുകളും അതിന്റെ ഓതേഴ്സിന്റെ റൈറ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ട് വന്ന ലോ ആണ് ബേൺ കൺവെൻഷൻ. എന്താണ് ഇപ്പം ഓതേഴ്സ്, മ്യൂസീഷ്യൻസ്, പോയറ്റ്, പെയിന്റേഴ്സ് അവരുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അവരുടെ വർക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, ആരാൽ യൂസ് ചെയ്യാൻ പറ്റും, എത്ര ടൈംസ് അത് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെ കുറിച്ചൊക്കെ പറഞ്ഞൊരു കൺവെൻഷൻ ആണ് എന്ന് പറയുന്നത് ബേൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇനിയും പാരീസ് കൺവെൻഷൻ. പാരീസ് കൺവെൻഷൻ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ് പാരീസ് കൺവെൻഷൻ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിക്ക് അത് ഏതൊക്കെ വരാം? പേറ്റന്റ് കൊടുക്കാം അല്ലെ, ഒരു കണ്ടുപിടുത്തത്തിന് കൊടുക്കുന്ന ഇത് വരാം, ട്രേഡ് മാർക്ക് വരാം, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ വരാം, അതുപോലെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വരാം. ഇതെല്ലാം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ പാരീസ് കൺവെൻഷൻ 1883 അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, അതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഇപ്പം ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വന്ന എന്തെങ്കിലും ഒരു കാര്യം അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ, അപ്പം അവരുടെ വർക്കിന്, അപ്പം ഒരാളുടെ വർക്ക് അത് മറ്റു രാജ്യങ്ങളിൽ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അവരുടെ വർക്ക് അവർ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വന്ന ഫസ്റ്റ് ട്രീറ്റിയാണ് ഏത്? പാരീസ് കൺവെൻഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. അടുത്ത നൈറോബി ട്രീറ്റി. നൈറോബി ട്രീറ്റി എന്ന് പറഞ്ഞാൽ ഒളിമ്പിക് സിമ്പല് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്. ഒളിമ്പിക് സിമ്പല് അതായത് എന്താണ്? 5 ഇന്റർലേസ്ഡ് റിങ്സ് ആണ് അല്ലെ. അപ്പൊ അതിനെ മറ്റു കൊമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി വന്ന ഒരു ട്രീറ്റിയാണ് നൈറോബി ട്രീറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഒളിമ്പിക് സിമ്പൽ. അടുത്ത ബുഡാപെസ്റ്റ് ട്രീറ്റി. ബുഡാപെസ്റ്റ് ട്രീറ്റി എന്ന് പറഞ്ഞതാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടുപിടുത്തം. അപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടുപിടുത്തത്തിന് എത്രത്തോളം പേറ്റന്റ് കൊടുക്കാനായിട്ട് സാധിക്കും, മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് വന്ന ട്രീറ്റിയാണ് എന്ന് പറഞ്ഞാൽ ബുഡാപെസ്റ്റ് ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ കണ്ടുപിടുത്തം വരുമ്പോൾ അതിനെ ഇവിടെ ഒരു ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് അതോറിറ്റിയിൽ അവർ അതിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതിന്റെ ട്രീറ്റിയിൽ വരുന്ന ആ ഇന്റർനാഷണൽ ഡെപ്പോസിറ്റ് അതോറിറ്റിയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും അതിനെ അതിന്റെ പേറ്റന്റ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബുഡാപെസ്റ്റ് ട്രീറ്റിയുടെ പ്രത്യേകത. അടുത്ത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രീറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു 22 ട്രീറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബെയ്ജിംഗ് ട്രീറ്റി ഓൺ ഓഡിയോ വിഷ്വൽ പെർഫോമൻസ്, ബേൺ കൺവെൻഷൻ, ബ്രസൽസ് കൺവെൻഷൻ, മാഡ്രിഡ് അഗ്രിമെന്റ്, മറാക്കേഷ് VIP ട്രീറ്റി. ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ WIPOയുടെ സൈറ്റ് ചെന്നാൽ മതി. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ സൈറ്റ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഇത് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ കിട്ടും. അടുത്ത ഇനി നൈറോബി ട്രീറ്റി, പാരീസ് കൺവെൻഷൻ, പേറ്റന്റ് ലോ ട്രീറ്റി, ഫോണോഗ്രാംസ് കൺവെൻഷൻ, റിയാദ് ഡിസൈൻ ലോ ട്രീറ്റി, റോം കൺവെൻഷൻ, സിംഗപ്പൂർ ട്രീറ്റി ഓൺ ലോ ഓൺ ട്രേഡ് മാർക്ക്, ട്രേഡ് ലോ ട്രീറ്റി, വാഷിംഗ്ടൺ ട്രീറ്റി, വിപ്പോ കോപ്പിറൈറ്റ് ട്രീറ്റി, വിപ്പോ ഗ്രാറ്റ് ട്രീറ്റി, വിപ്പോ പെർഫോമൻസ് ആൻഡ് ഫോണോഗ്രാംസ് ട്രീറ്റി, ദെൻ ബുഡാപെസ്റ്റ് ട്രീറ്റി, ഹേഗ് എഗ്രിമെന്റ്, ലിസ്ബൺ എഗ്രിമെന്റ്, മാഡ്രിഡ് എഗ്രിമെന്റ്, മാഡ്രിഡ് പ്രോട്ടോകോൾ, പേറ്റന്റ് കൺവെൻഷൻ ട്രീറ്റി എക്സെട്ര. ഓക്കെ, അടുത്ത കോപ്പിറൈറ്റിനെ കുറിച്ച് ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട്. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് വന്നത് ഏതാണ്? 1957 വന്നത്. അപ്പം ബേൺ കൺവെൻഷൻ ഓഫ് കോപ്പിറൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേൺ കൺവെൻഷൻ ഓൺ കോപ്പിറൈറ്റിൽ ഇന്ത്യ ഒരു മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിലും ഇന്ത്യ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ കോപ്പിറൈറ്റ് ലോ 1957 ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് എന്താണ്? അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് ആൻഡ് പെർഫോമൻസ് റൈറ്റ്സ് ബൈ മേക്കിംഗ് ഇറ്റ് അൺലോഫുൾ ടു പ്രൊഡ്യൂസ് സച്ച് വർക്ക് വിത്തൗട്ട് ഓണേഴ്സ് പെർമിഷൻ. ഓണറിന്റെ പെർമിഷൻ ഇല്ലാതെ എന്താണ് ഇപ്പം ലിറ്റററി ആയിട്ടുള്ളതും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാക്കുന്ന നിയമമാണ് എന്നതിന് ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് 1957. അപ്പം ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഓതർ ഓഫ് ദ വർക്ക് ഈസ് ദ ഫസ്റ്റ് ഓണർ ഓഫ് ദ കോപ്പിറൈറ്റ് ഇൻ ദ വർക്ക്. അപ്പം എന്താണ് കോപ്പിറൈറ്റിനകത്ത് ആരാണോ അതിന്റെ ഓതർ, വർക്കിന്റെ ഓതർ ആരാണോ അവരായിരിക്കും എന്താണ് അവർക്കായിരിക്കും കോപ്പിറൈറ്റ് അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ കമ്പൾസറി അല്ല. കോപ്പിറൈറ്റിനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
കോപ്പിറൈറ്റ് കിട്ടാനായിട്ടും അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടും എന്താണ് ആ കോപ്പിറൈറ്റ് വയലേഷൻ വരുമ്പം എന്താണ് നമുക്ക് കോടതികൾ വഴി അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എൻഫോഴ്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ പറയുന്ന കോപ്പിറൈറ്റ് അതായത് എന്താണ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. കോപ്പിറൈറ്റ് ആക്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതിനെല്ലാമാണ്? ഒറിജിനൽ ലിറ്റററി, ഡ്രമാറ്റിക്, മ്യൂസിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് വർക്കുകൾ, അതുപോലെ സിനിമോഗ്രഫി, ഫിലിംസ്, സൗണ്ട് റെക്കോർഡിംഗ്, ഇതിനെല്ലാമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്ത ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് മാർക്ക് ആക്ട് 1958. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് പ്രൊവൈഡ് ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന ആക്ട് ആണിത്. ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് ആക്ട് 1958. അടുത്ത ഇന്ത്യൻ പേറ്റന്റ് ആക്ട്. ഇന്ത്യൻ പേറ്റന്റ് ആക്ട് ആദ്യം ഫോർമേറ്റ് ചെയ്ത് 1856 നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ പേറ്റന്റ് ആക്ട് നിലവിൽ വന്ന 1970. നോട്ട് ചെയ്യുക, 1970. ഓക്കെ. പിന്നെ ഒരുപാട് അമെന്റ്മെന്റുകൾ ഇതിന് വന്നു. ഓക്കെ. അതായത് ഇനി വേരിയസ് ലീഗൽ പൊസിഷൻ പറയാം, പ്രൊവിഷൻ പറയാം. ലീഗൽ പ്രൊവിഷൻ, വേരിയസ് ടൈപ്പ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ പേറ്റന്റ് ആക്ട് അതിന്റെ പ്രത്യേകത എന്താണ്? പേറ്റന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പേറ്റന്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് ആണ് 1970 നിലവിൽ വന്ന ഇന്ത്യൻ പേറ്റന്റ് ആക്ട്. അതുപോലെ തന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓഫീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്, ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക്. കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്, ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക് ആ ഓഫീസിലാണ്. ഓഫീസ് ഓഫ് ദ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്, ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക്. ഓഫീസ് ഓഫ് ദ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്, ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക് അതിന്റെ ഷോർട്ട് ഫോം ആണ് CGPDTM. ഇതിന്റെ മേജർ അമെന്റ്മെന്റ് വന്ന് 2005 അടുത്ത ഡിസൈൻ ആക്ട് 2000 ഡിസൈൻ ആക്ട് ദിസ് ആക്ട് പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ഇന്നോവേഷൻ ആൻഡ് സിവിയർ ടു സേഫ് ഗാർഡ് ബോത്ത് മാനുഫാക്ചേഴ്സ് ആൻഡ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്. മാനുഫാക്ചേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ആക്കുക എന്നുള്ള രീതി വന്ന ആക്ടാണ് ഡിസൈൻ ആക്ട്. ഇൻഡസ്ട്രിയൽ ഡിസൈന് വേണ്ടി വന്ന ആക്ടാണ്. അത് ട്രേഡ് മാർക്ക് ആക്ട് ഓഫ് 1999. 1999 വന്ന ട്രേഡ് മാർക്ക് ആക്ട്. അതിന്റെ അമെന്റ്മെന്റ് വന്ന 2010. ഓക്കെ. അതിന്റെ യുണീക് ക്ലോസ് വന്നതെന്ന് പറഞ്ഞാൽ അതായത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇന്റർനാഷണൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ട്രേഡ് മാർക്ക് ആക്ടിന്റെ പ്രത്യേകത. അപ്പം ഒരു 18 മാസത്തിന് ശേഷം, അതായത് ട്രേഡ് മാർക്ക് വെച്ചതിന് ശേഷം, ട്രേഡ് മാർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു 18 മാസത്തിന് ശേഷം എന്താണ് ഒരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ രാജ്യങ്ങളിലും അതിന്റെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അടുത്ത ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999. അതിന്റെ പ്രത്യേകത എ ലോ ടു ഇംപ്രൂവ് പ്രൊട്ടക്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്റ്റ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനകത്ത് വരുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു സ്പെസിഫൈഡ് ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ, അവയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി വന്ന ആക്ട് ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ഇനിയും സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ്. സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ്, അതാണ് CIPAM. CIPAM എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്? അതായത് നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് 2016 നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ് സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ CIPAM എന്ന് പറയുന്നത്. അത് ഏത് ഓഫീസിന് അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ DPIIT. അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ത്? സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ CIPAM. ഓക്കെ. അപ്പം ഇതെന്താണ്? It ensures targeted action on IPR related issues and attends to the policies 7 stated objectives. Okay. അപ്പം ടാർഗറ്റഡ് ആക്ഷൻ, IPRന് ഒരു ടാർഗറ്റഡ് ആക്ഷൻ എൻഷുർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, CIPAMന്റെ പ്രത്യേകത. ഓക്കെ. അടുത്തത് ഇനിയും പിന്നെ CIPAMന്റെ പ്രത്യേകത സിംപ്ലിഫൈ ആൻഡ് സ്ട്രീംലൈൻ IPR പ്രോസസ്. IPRന്റെ പ്രോസസ്സുകൾ സിംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതും CIPAMന്റെ പ്രത്യേകത. CIPAM അല്ലെങ്കിൽ സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇതൊക്കെ ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെൽ ഫോർ IPR പ്രൊമോഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ് CIPAM. അതുപോലെ DPIITയുടെ ഫുൾ ഫോം ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്.
അടുത്തത് നാഷണൽ IPR പോളിസി 2016 എന്താണ്? അതായത് എല്ലാ IPRനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് യൂണിഫൈ ചെയ്തു, ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു എല്ലാ IPRനെയും. അതാണ് നാഷണൽ IPR പോളിസി 2016 പ്രത്യേകത. പിന്നെ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഇംപ്ലിമെന്റേഷൻ, ഓവർസൈറ്റ് ആൻഡ് ഇവാലുവേഷൻ. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഓവർസൈറ്റ് ചെയ്യാനും ഇവാലുവേഷൻ ചെയ്യാനും ഒരു ഫോർമൽ സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ സീക്സ് ടു ഇൻകോപ്പറേറ്റ് മോഡിഫൈ ബെസ്റ്റ് പ്രാക്ടീസസ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ഫോർ ദ ഇന്ത്യൻ കോണ്ടെസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് നാഷണൽ IPR പോളിസി. അപ്പം ഇതെല്ലാം ജസ്റ്റ് നമ്മളുടെ അതിനകത്ത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞത്. ഏകദേശം ആ സിലബസിനകത്ത് കുറച്ച് കാര്യങ്ങൾ, സിലബസിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.